സാറേ കുഴഞ്ഞോ സാറേ? ഒരു സൗണ്ടൊന്നും ഇല്ലല്ലോ സാറേ. വായൊക്കെ തുറക്ക്, കണ്ണൊക്കെ അടഞ്ഞ് കെറിഞ്ചിരിക്കുകയെന്നല്ലേ സാറേ? എന്തെങ്കിലുമൊക്കെ പറ സാറേ. ഫിറ്റായോ സാറ്? നോർമൽ ഇതിൽ നിന്നും വിട്ടുപോയി, പോട്ടെ, കുഴപ്പമില്ല. അടുത്ത ആളിലേക്ക് നമുക്ക് പോകാം. അങ്ങനെ നെന്മാറ ഷാപ്പിൽ നിന്ന് ഒരു എൻജോയ്മെൻറ്റിന് ശേഷം ഫുഡും കള്ളും ഇല്ല ഫുഡും കള്ളും ഒക്കെ ഞാൻ വരാം ശ്രീരാജ് സാറിൻ്റെ അടുത്തേക്ക് വരാം. നമ്മൾ കുടിച്ച അല്ലെങ്കിൽ കഴിച്ച ആഹാര ഭാഗങ്ങളോട് നമ്മൾ നന്ദി കാണിച്ചുകൊണ്ട് അവരെ ഒന്ന് സ്തുതിച്ചുകൊണ്ട് വരികയാണ്. അടുത്തതായി നമ്മുടെ ശ്രീരാജ് സാറാണ്. എന്തായാലും ശ്രീരാജ് സാറിനെ അടിച്ച് തെറ്റിയെങ്കിലും ചിരി അങ്ങോട്ട് മാറുന്നില്ല. ഓക്കെ, കുഴപ്പമില്ല, സാറിനെയാണ്. ഓക്കെ സാറ് കുഴപ്പമില്ല. നല്ല ഒരു ട്രിപ്പും നല്ല ഫുഡ്, ഒരുപാട് കപ്പ, മീൻകറി, ബീഫ്, കൊഞ്ച് റോസ്റ്റ്, തലക്കറി തലപ്പഴമായിട്ട് തലക്കറി, പോർക്ക്, അങ്ങനെ എല്ലാം കൂടെ ചേർത്തൊരു നല്ല അടിപൊളി ഒരു ഫുഡായിരുന്നു ഇവിടുന്ന് കിട്ടിയത്. ഇന്ന് നമ്മൾ പ്ലാൻ ചെയ്യാനുള്ള സാറിന് ഇതിൽ പങ്കെടുക്കണമെന്നുള്ള ഒരു ആഗ്രഹം തോന്നിയത് അത് നമ്മൾ PT സാറിന് വേണ്ടി നമ്മൾ സാറിനൊരു താല്പര്യം ഉണ്ടായിരുന്നു വരണമെന്ന്. അപ്പോൾ സാറിനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ള രീതിയിൽ ഞാനും സതീഷ് സാറും കൂടെ ഇതല്ല സാറിൻ്റെ ചിലവൊന്നുമല്ല, എല്ലാവരും കൂടെ ഷെയർ ചെയ്തുള്ളൊരു ചിലവ്. നല്ലൊരു ട്രിപ്പായിരുന്നു. ആലപ്പുഴ ബീച്ച്, പിന്നെ അവിടെ കുറേ റൈഡുകളൊക്കെ കയറി ഒരു ബോട്ട് യാത്രയൊക്കെ നടത്തിയിട്ട് ഇങ്ങനെ ഞങ്ങളിപ്പം നെന്മാറ ഷാപ്പിൽ വന്നു. അപ്പം ഇത് പറച്ചിൽ കേട്ടാൽ ഇനിയും അവധിയുള്ള സ്കൂളിൽ അവധിയുള്ള ദിവസങ്ങളിൽ ഇനി താങ്കൾ വരും എന്നുള്ളത് വരും തീർച്ചയായിട്ടും. ഇനി ഞങ്ങൾ ഇവിടുന്ന് പിന്നെ അഴീക്കൽ പോവുകയാണ്. അവിടെ കുതിര സവാരിയും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങോട്ടൂടെ പോയിട്ട് ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യുന്നത്. ഓക്കെ, വേറൊരു ദിവസം കിട്ടിയാൽ, അവധി കിട്ടിയാൽ തീർച്ചയായിട്ടും ഈ സ്ഥലങ്ങൾ ഇനിയും സെലക്ട് ചെയ്യും. തീർച്ചയായിട്ടും വരും. നല്ലൊരു ട്രിപ്പായിരുന്നു. അപ്പം സതീഷ് സാർ ഇരിക്കുന്നു. ഓക്കെ, എന്താണ് അനിൽകുമാർ സാർ. ഞാൻ ഈ കള്ളുമൊക്കെ കുടിച്ചോണ്ട് അതിൻ്റെ പേര് മതി. അപ്പോൾ സാറ് എന്താ സാറേ ഈ യാത്രയും ഈ ഫുഡും ഒക്കെ? ഇന്നലെ വൈകിട്ട് വരെയും ഒരു പ്രതീക്ഷയില്ലായിരുന്നു. നമുക്കൊന്ന് കറങ്ങാൻ പോകണം എന്നുള്ളൊരു വലിയ പ്രതീക്ഷയായിരുന്നു എനിക്കുള്ളത്. എന്ന് പറഞ്ഞാൽ അനിൽ സാറ് ഭയങ്കര ആഗ്രഹത്തോട് ഇന്നലെ രാവിലെ തന്നെ ഈ ആഗ്രഹം പ്രകടിപ്പിക്കുകയും നമുക്ക് 4 പേർക്കും, ഒരാളെയും കൂടെ ഉണ്ടായിരുന്നു, ആള് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ വരാൻ പറ്റിയില്ല. നമ്മൾ 3 പേരുടെ പോകണമെന്ന് അനിൽ സാർ അങ്ങ് തീർത്ത് വാശി പിടിച്ചു. എനിക്ക് തോന്നുന്നു 4 മണി ആയപ്പോൾ അതെ, സ്കൂളിൽ നിന്ന് നമുക്ക് വലിയൊരു പ്രോഗ്രാം നമ്മൾ തീരുമാനിച്ചായിരുന്നു, സാറന്മാരും എല്ലാവരും ചേർന്നു. പക്ഷേ ഞാൻ 2-3 സാറന്മാർ വേറെ അടുത്ത് വരെ പോയി തിരിച്ചു വന്നപ്പോഴത്തേക്ക് ആകെ സാഹചര്യം കൊണ്ടുപോകാൻ പറ്റിയില്ല, ആരും ബുക്ക് ചെയ്തില്ല. പിന്നീട് നമ്മൾ റിലാക്സ് ചെയ്യാന്നുള്ള രീതിയിൽ നമ്മൾ മൺട്രോത്തുരുത്താണ് സെലക്ട് ചെയ്തത്. പക്ഷേ ആ മൺട്രോത്തുരുത്തിൽ പോകാൻ കഴിഞ്ഞില്ല, ബുക്ക് ചെയ്യാത്തതുകൊണ്ട്. പിന്നീട് എല്ലാവരും അതിൻ്റെ പിറ്റേ ദിവസം നോക്കിയപ്പോൾ നമ്മൾ പോകേണ്ട ദിവസം അവിടെ ഒരു ബോട്ട് മറിയുകയും അധ്യാപകരുടെ ഭാഗത്ത് പിന്നെ അങ്ങ് വലിയ പേടിയായി, ഭയമായിപ്പോയി. നമ്മൾ പിന്നീട് ഇങ്ങനെ നിന്നപ്പോഴാണ് അനിൽ സാറ് ഞാനും അവിടെ നിന്നപ്പോഴും സാറേ നമുക്ക് എങ്ങനെയായാലും പോകണം, നമ്മൾ 4 ശ്രീരാജ് സാറിനെ വിളിക്കുക, യോഗ സാറിനെ വിളിക്കുക. ഓക്കെ, എന്തായാലും അത് വിജയിച്ചില്ല എന്നാണ് എനിക്കൊരു 7 മണി ഇന്നലെ വൈകിട്ട് 7 മണി വരെ പക്ഷേ പിന്നീട് വൈകിട്ട് 7 മണി കഴിഞ്ഞുകൊണ്ട് ശ്രീരാജ് സാറ് വിളിച്ചു, അനിൽ സാറ് വിളിച്ചിരുന്ന് നമുക്ക് പോകാം. ഓക്കെ, അപ്പോൾ ശ്രീരാജ് സാറ് പറഞ്ഞു നമുക്ക് ആദ്യം ആലപ്പുഴയിൽ പോകാം, അവിടെ ഒരിടത്ത് വരെ പോകണമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ബീച്ചിലേക്ക് ഇറങ്ങി അങ്ങ് എൻജോയ് ചെയ്ത് ഐസ്ക്രീമും പിന്നെ കാണേണ്ട കാഴ്ചകളും കടലിൽ കണ്ടാ തീരാത്ത കണ്ണത്താ ദൂരത്ത് വെള്ളം കിടക്കുന്ന പോലെ കണ്ണത്താ ദൂരത്തുള്ള വിസ്മയങ്ങൾ കണ്ട് ആസ്വദിച്ച് അങ്ങ് തല മന്ദാര വിട്ട് വന്ന് ഇവിടെ വന്ന് ഈ ഭക്ഷണം കഴിച്ചപ്പോൾ മനസ്സ് നിറയെ കള്ളിന്റെ പുറത്ത് പറയുന്നതല്ലോ, കള്ളിന്റെ പുറത്തല്ല പറയുന്നത്, കള്ള എന്റെ ഉള്ളിലാണ്. കള്ളിന്റെ പുറത്തല്ല, കള്ളെന്റെ ഉള്ളിലാണ്. ഓക്കെ, കള്ളെന്റെ ഉള്ളിലാണ്, കള്ളിന്റെ ഉള്ളിലല്ല ഞാൻ. അപ്പൊ അങ്ങനെ എൻജോയ് ചെയ്തു. ഇനി നമുക്ക് ഒന്നുകൂടെ നമുക്ക് ശ്രീലാൽ സാറിനെ ചോദിക്കും. എന്തായാലും നമുക്ക് അവധിയുള്ള ഒരു മാസങ്ങൾ പറ്റത്തില്ല, വർഷത്തിലെ ഒരു 2 പ്രാവശ്യമാണ് ഇവിടെ വരാനും. ഇങ്ങനെ നമ്മൾ ഒരു സ്ഥലമായിട്ടല്ല, പല സ്ഥലങ്ങളിൽ പോയി എൻജോയ് ചെയ്ത് വരാനുള്ള ആഗ്രഹം. എന്തായാലും ഇതിനൊരു നന്ദി പറയേണ്ടത് നമ്മുടെ PT സാറിനാണ്. PT സാറിൻ്റെ ഒരു മനസ്സാണ് അത്. നമ്മൾ സാറിപ്പോൾ ശ്രീരാജ് സാർ മുമ്പ് പറഞ്ഞ പോലെ ഒന്നിച്ചുള്ള ഒരാളുടെ ഒരു കാര്യമല്ല, നമ്മളെല്ലാവരുടെ ഷെയർ ചെയ്തിട്ടുണ്ട്. അതായിരിക്കും നമ്മൾ നാളെയും പോകണമെങ്കിൽ അങ്ങനെ ഒരാളുടെ ഷെയറിൽ നാളെ പോയാൽ അല്ല
നമ്മൾ പോയാൽ ശരിയാക്കും. എല്ലാവരുടെ ഷെയർ ചെയ്യും. ഓക്കെ സാറേ, സന്തോഷം. നമുക്ക് ഇനിയും പോകുന്നുണ്ട്. ഇനിയും പോകുന്ന വഴി ഭക്ഷണം കഴിച്ച ഉടനെ നമ്മൾ അടുത്ത ഇതിലേക്ക് പോകാം. ബി ടി സാറിനോട് ചോദിച്ചു. ഓക്കെ, എന്താ സാർ എൻജോയ്മെന്റ്? നല്ലപോലെ എൻജോയ് ചെയ്തില്ലേ? എൻജോയ്മെന്റ് നല്ല എൻജോയ്മെന്റ് ആയിരുന്നു. പിന്നെ എനിക്ക് പിന്നെ മനസ്സിൽ എന്തെങ്കിലും വെച്ചുകൊണ്ട് എനിക്ക് എല്ലാവരും നോക്കി ചിരിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഞാൻ വിചാരിച്ചു 2 ദിവസം കൊണ്ട് എനിക്ക് വേറെ ഒരു തുറന്നൊന്നും പറയണ്ട, ചില്ലറ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. കാരണം അത് ചെറിയ മനസ്സിന് ചെറിയ വേദന ഉണ്ടാകുന്നില്ല. ഇപ്പം നിങ്ങൾ ഇവർ രണ്ടുപേരോട് ഷെയർ ചെയ്തപ്പോൾ അത് ക്ലിയറായി. പാർട്ടി ഇനിയിപ്പോൾ എന്താണെന്ന് എനിക്ക് സ്കൂളിൽ വന്ന എല്ലാവരോടും നല്ല മനസ്സോടെ ചിരിക്കണം, നല്ല മനസ്സോടെ ഇടപെടണം. അതെ, പുതിയ അക്കാഡമിക് ഇയറിൽ നല്ല ഇന്നത് വന്നില്ലെങ്കിൽ പിന്നെ എനിക്ക് ഞാനൊരു അഭിനയം അവിടെ അഭിനയിക്കും. എനിക്ക് ക്ലിയറായി, പ്രശ്നങ്ങളെല്ലാം പറഞ്ഞു തീർന്നു. ഓക്കെ, ഗുഡ്, താങ്ക്സ്. അടുത്ത സ്ഥലത്തേക്ക് ശ്രീരാജ് സാറിന് ഫോൺ വരുന്നുണ്ട്, അതുകൊണ്ടാണ്. ഓക്കെ, നമുക്കാണ് അടുത്ത വീഡിയോയിൽ അടുത്ത ദിവസം അടുത്ത വീഡിയോ അല്ല ഇന്നത്തെ വൈകിട്ടത്തെ വീഡിയോടെ കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. ഓക്കെ.